ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ കൊണ്ട് ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ വലിയ ജീരകം, പട്ട, ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വെല്ലുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ അവിടെ ഒരു 2 വെല്ലുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് മസാലയൊക്കെ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെല്ലുള്ളിയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയൊക്കെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് മസാലയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് കുറച്ച് സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ടാവും. ഞാനിപ്പോൾ അതിലേക്ക് ഒരു പീസ് അളവിൽ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മാഗി ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് അവിടെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എരിവിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂട്ടിയും കുറച്ചിട്ടൊക്കെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വേണം മസാലപ്പൊടികളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ കുറച്ച് സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ്, ക്യാബേജ് അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാസ്തയാണ്. ഏത് പാസ്തയും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പാസ്ത നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട് വേവിച്ചിട്ട് ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പാസ്തയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഒരു മസാലയും അതുപോലെ തന്നെ ഒരു പാസ്തയൊക്കെ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നിങ്ങൾക്ക് കുറച്ച് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മാഗി ക്യൂബിലും ഉള്ളി വഴറ്റിയെടുത്തപ്പോഴൊക്കെ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് വേണം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു പാസ്ത വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു കപ്പ് അളവിലാണ് പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സമയമാണ് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അങ്ങനെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ ഒരു 2 കോഴിമുട്ട ഇതുപോലെ അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ ഒരു കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. ആ ഒരു വിസിലടിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ തുറന്ന് നോക്കരുത്. ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുക കുറച്ച് സമയം എടുത്തിട്ട് നല്ലോണം തണുത്തിട്ട് വേണം ഈ ഒരു കുക്കർ തുറന്ന് നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ പാസ്ത. നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ സാധാരണ പാസ്ത ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പാസ്ത വേറെ വേവിച്ചെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പരിപാടിയിൽ എല്ലാ കാര്യങ്ങളും കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്